ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ മാങ്ങയിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ ഈ സമയം കൊണ്ട് നമുക്ക് റെഡി ചെയ്തെടുക്കാം. 10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കടുക് പൊടിച്ചത്, കായപ്പൊടി കാൽ സ്പൂൺ മതിയാകും. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ഓയിലിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്തു വച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് ഇളക്കാം. മാങ്ങയുടെ ഉള്ളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് ഇളക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അച്ചാറിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴേക്കും കുപ്പി ഭരണിയിലിട്ട് സൂക്ഷിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. മാങ്ങാച്ചാർ ഇഷ്ടമില്ലാത്തവരാരും കാണില്ലല്ലോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.